അശ്വിൻ ബേബിക്ക് വേണ്ടി പാട്ട് പാടുവാണ് രാവിലെ. നൈസ് ടീ. ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായല്ലേ ഞാൻ വ്ളോഗ്സൊക്കെ ചെയ്തിട്ട്. കുറേ ദിവസം ഞാൻ രാവിലെ മോർണിംഗ് ടീ കുടിക്കാറിയില്ല. കുറേ നാളിന് ശേഷമാണ് മോർണിംഗ് ടീ കുടിച്ചത്. ഹൻസു ബേബി ജസ്റ്റ് ലെഫ്റ്റ് ടു സ്കൂൾ. സ്കൂളെന്ന് കോളേജ്. ഹൻസു ഇപ്പോൾ കോളേജിൽ പോയി. I couldn't go with her. പോകുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഒരു ഹഗ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ഹഗ് ദാറ്റ് ഷി ഗിവ്സ് മീ എവറി മോർണിംഗ് വെൻ ഐ എം ഹോം യുനോ. ഇപ്പോൾ ബേബി വന്നതിന് ശേഷം ഞാൻ ഹൻസുവിനെ ഡ്രോപ്പ് ചെയ്യാൻ അങ്ങനെ പോകാറില്ല. ബിക്കോസ് എനിക്ക് രാവിലെ എപ്പോഴും പണി കാണും. ആൻഡ് ഇപ്പോൾ ഹൻസു ഒറ്റയ്ക്കാണ് പോകാറ് വിത്ത് ദ ഡ്രൈവർ. ഫുൾ മേക്ക് ഓവർ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. ലൈക്ക് വെരി സാഡ്. പോയ ഒരു മാസമായിട്ട് ഭയങ്കര ട്രാവലിംഗ് ആയിരുന്നു കേട്ടോ. ഒരു ചെന്നൈ ട്രിപ്പ് ഉണ്ടായിരുന്നു, ധാരാളം കൊച്ചി ട്രിപ്സ് ഉണ്ടായിരുന്നു. ഇഷാനയുടെ കൂടെ ഷൂട്ട്സിന് ലൈക്ക് എത്ര പ്രാവശ്യം പോയി വന്നെന്നൊന്നും എനിക്കൊരു കൗണ്ടില്ല. അത്രയും പ്രാവശ്യം ട്രെയിൻ ട്രാവൽ ഉണ്ടായിരുന്നു, ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, റോഡ് പ്രശ്നമായിട്ട് കാർ ട്രാവൽ മാത്രമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ശരിക്കും ലൈക്ക് ഐ വാസ് റിയലി ടയേർഡ്. ആൻഡ് ഇഷാനിയും ടയേർഡായിരുന്നു. ഇഷാൻ്റെ ലൊക്കേഷൻ ഒരു ഔട്ട്ഡോർ, അപ്പോൾ എപ്പോഴും ഞാൻ ഇഷാൻ്റെ ഷൂട്ട് കാണാൻ അവിടെ പോയി നിൽക്കും. അപ്പോൾ ഡസ്റ്റ് അടിച്ചിട്ടോ സ്ട്രെസ് കൊണ്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ സ്കിന്നൊക്കെ കുറച്ചൊന്നും അങ്ങ് മോശമായി. ഒന്നുകൊണ്ട് പിമ്പിൾസൊക്കെ വന്നു തുടങ്ങി. നമുക്കൊരു ഫീലില്ലേ ഈ ടീനേജേഴ്സിനും ഏർലി 20s പിള്ളേർക്കൊക്കെയാണ് പിമ്പിൾസ്. എൻ്റെ മുഖത്ത് പിമ്പിൾസ് കണ്ടു തുടങ്ങി. എനിക്ക് പിമ്പിൾസോ അങ്ങനെ ലൈക്ക് ഐ വാസ് റിയലി ലൈക്ക് കുറച്ച് അല്ലെങ്കിൽ എനിക്ക് പൊതുവേ എൻ്റെ സ്കിൻ കുറച്ച് ക്ലിയർ ആണ്. എനിക്കങ്ങനെ പിമ്പിൾസ് അങ്ങനെ പൊതുവേ വരാറില്ല. അത് മെയിൻലി സ്ട്രെസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പോഷർ കൊണ്ടായിരിക്കാം, മറ്റേ ഡസ്റ്റിൻ്റെയൊക്കെ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാനത് ചെല്ലിങ്ങോ ഇഷാനി എനിക്കിവിടെ പിമ്പിൾസ് വന്നു ഇഷാനി എന്ന് പറഞ്ഞപ്പോൾ ഇഷാനി പറഞ്ഞ് ഇഷാനി ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ള ഒരു ഫേസ് വാഷ് ഉണ്ട്, വൈ ഡോണ്ട് യു ട്രൈ ദാറ്റ്. സോ ഐ തോട്ട് ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു ഓൾ ടു ദിസ് പ്രോഡക്റ്റ്, ഹിമാലയയുടെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ്. ഇത് എനിക്ക് യൂസ് ചെയ്ത് കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ പിമ്പിൾസ് കുറഞ്ഞ പോലെ തോന്നി. ആൻഡ് ദിസ് ഇസ് ക്ലിനിക്കലി പ്രൂവൺ ടു റെഡ്യൂസ് പിമ്പിൾസ് ഇൻ 5 days ആൻഡ് ഓൾസോ പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം കമ്മിങ് ബാക്ക്. അപ്പോൾ എനിക്കിപ്പോൾ ഇഷാനയുടെ കൂടെ ഇനിയും ആക്ച്വലി 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പോകണം. അപ്പോൾ ഷൂട്ടിന് പോകുന്നതോ ഡസ്റ്റോ ഒക്കെ ആയിട്ട് എനിക്ക് പിമ്പിൾസ് വരുന്നതിനെക്കുറിച്ച് ഇനി അറിയേയില്ല. ഐ ക്യാൻ യൂസ് ദിസ് പ്രോഡക്റ്റ്. ദിസ് ഫേസ് വാഷ് കംസ് വിത്ത് ദ ന്യൂ ബെസ്റ്റ് എവർ ഫോർമുല. ഈ ഫേസ് വാഷിൽ നീം പ്ലാന്റിൻ്റെ 5 പാർട്സിൻ്റെ പവറുണ്ട്. യങ് ലീവ്സ്, മെച്യൂർ ലീവ്സ്, സ്റ്റെം, പൂക്കൾ, ഫ്രൂട്ട്സ്. ആൻഡ് ഇതിൽ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് സോപ്പ് ഫ്രീ ആണ് ആൻഡ് ഹാസ് എ സ്കിൻ ഫ്രണ്ട്ലി pH. അപ്പോൾ ഇതിൻ്റെ സ്കിൻ ഡ്രൈ ഔട്ട് ആക്കത്തേയില്ല. ആൻഡ് ഇറ്റ് ലീവ്സ് മീ ഫീലിംഗ് ക്ലീൻ, ഫ്രഷ് ആൻഡ് ഹൈഡ്രേറ്റഡ്. എനിക്കിപ്പോൾ ട്രാവൽ സ്കിപ്പ് ചെയ്യാനാണെങ്കിൽ ഒരു ഓപ്ഷനും ഇല്ല. പക്ഷേ ഇപ്പോൾ പിമ്പിൾ സ്കിപ്പ് ചെയ്യാനോ ഒരു ഓപ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും, ഫ്ലിപ്കാർട്ടിൽ കിട്ടും, നൈക്കയിൽ കിട്ടും, പിന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും എല്ലാം കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ചെക്ക് ഔട്ട് ദ ഡിസ്കൗണ്ട്സ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഇന്നിനി പോയിട്ട് കുറച്ച് പണിയുണ്ട്, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, ഉച്ചയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ധാരാളം ബിസി ഡേ, വെരി വെരി ബിസി ഡേ. അപ്പോൾ കം.
മോർണിംഗ് വെജിറ്റബിൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ ഡാഡിയുടെ ഡോക്ടേഴ്സിനെ ഒന്ന് കാണാൻ പോകണമായിരുന്നു. അതിനൊക്കെ പോയി തിരിച്ചു വന്നു. ലഞ്ച് കഴിച്ചു. നല്ല ലഞ്ചായിരുന്നു. ലഞ്ചിൻ്റെ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. ഇനിയിപ്പോൾ അമ്മൂൻ്റെ കൂടെ വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം. ഹൻസുവിനെ വിളിക്കാൻ പോകണം. അങ്ങനെ ഇന്നത്തെ ദിവസം ട്രിവാൻഡ്രത്താകുമ്പോഴും വളരെ 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 എക്സ്ട്രീംലി ബിസി ആയിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ നാളായല്ലേ ഞാൻ വ്ളോഗ് ഇട്ടിട്ട്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ യൂട്യൂബ്സിലൊക്കെ ഒരു 10-12 ദിവസം മുമ്പാണ് ലാസ്റ്റ് ഞാൻ ഓണത്തിൻ്റെ എന്തോ വെച്ചിട്ടൊരു ചെറിയ വീഡിയോ ഇട്ട. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഓണത്തിന് ബേബിയും ഡാഡിയും ഒക്കെ ഹോസ്പിറ്റലായിരുന്നോട്ട് നമ്മളത് കഴിഞ്ഞിട്ടുള്ളൊരു വീക്കിൽ ചെറിയൊരു ഓണം ലഞ്ച് വെക്കാം എല്ലാവരെയും വിളിച്ചൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ആക്ച്വലി തിരുവോണത്തിനെ ബുക്ക് ചെയ്തിരുന്നു ഓബൈ താമരയിൽ. പക്ഷേ അത് കുളമായതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് സൺഡേക്ക് ബുക്ക് ചെയ്തിരുന്നു. സൺഡേയോ സാറ്റർഡേ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ വീണ്ടും ഡാഡിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലായി. പിന്നെ പക്ഷേ നമ്മൾ വി തോട്ട് വിൽ ജസ്റ്റ് ഗോ ഫോർവേഡ്. കാരണം എന്തായാലും ബേബിയുടെ ഫസ്റ്റ് ഓണം ഇനി ഒരാഴ്ചയും കൂടെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓണത്തിൻ്റെ ഒരു ഇതില്ലല്ലോ. സോ ഡാഡി ഓൾസോ സെയിമിലേക്ക് നിങ്ങളത് അങ്ങ് സെലിബ്രേറ്റ് ചെയ്ത് തീർക്കും. അപ്പോൾ എല്ലാവരും അമ്മു ആയിക്കൊണ്ട് ഇഷാനി ഹൻസുവോ ഓസിയോ ആരൊക്കെ ഓണം വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാനെടുത്ത എൻ്റെ കുറച്ച് ഫുട്ടേജസ് എൻ്റെ ഫോണിൽ കിടക്കും. അപ്പം നിങ്ങൾക്ക് കാണണ്ടേ എൻ്റെ ഓണം? വാ നമുക്കത് പോയി കണ്ടിട്ട് വരാം. 2 തൊട്ടിൽ വേണമായിരുന്നു ചേട്ടാ. ലിമിറ്റഡ് എഡിഷൻ ആണോ? She's like, "Mommy, good morning. Good morning, Panu. ഭയങ്കര മോണ വെളിയിലൊക്കെ വരുന്നു. മോണ ഇങ്ങനെ എവിടെ കയറി പോണു? എവിടെ പോണു? റിയമാമിന് ഇഷ്ടപ്പെട്ടോ? ഗുഡ് മോർണിംഗ്. Brother is loving the attention. Good morning, mommy. Hairstyle എനിക്ക് hairstyle സഹിക്കാൻ പറ്റുന്നില്ല. ഹെയർ സ്റ്റൈൽ മാറ്റടാ പാവം. ഞാൻ ഫ്രണ്ടിന്ന് കണ്ടോട്ടെ. നോക്കട്ടെ. കൊള്ളാം ഓസി. നല്ല ക്യൂട്ടായിട്ടുണ്ട്. വേണ്ട മാറ്റ്. ഒരു ദിവസം ഇതല്ലേ നമ്മുടെ തൊട്ടില് തന്ന ആള് കുഞ്ഞപ്പൻ. കൃഷ്ണകുമാർ അവന് ചാടുന്നു. ഒരു എല്ലാവർക്കും എന്നെ മതി. അങ്ങനെയാണ്. ഏറ്റവും സൗന്ദര്യമുള്ള ആളുടെ ഫോട്ടോ വേണം നമ്മൾ സുന്ദരിക്ക് കൊണ്ടുപോകാൻ വെക്കാൻ. അടുത്ത വർഷം അപ്പച്ചയുടെയാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി.
കണ്ണടക്ക് കണ്ണടക്ക്. അപ്പച്ചി കണ്ണു തുറക്കുന്നു. ഇനി കറക്റ്റ് കണ്ണട കണ്ണട. അങ്ങനല്ല, കൈയെടുത്ത് ഇനി കണ്ണ് കൂട്ടിട്ട് വെക്ക്. വെക്ക് വെക്ക് വെക്ക്. ഇല്ല, അപ്പച്ചി തിരിച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പച്ചി അപ്പച്ചിയുടെ കയ്യിലാണ് ഒട്ടിച്ചോണ്ടിരിക്കുന്നത്. പൊട്ടപ്പച്ചിയുടെ കൈ ഇരിക്കുന്നത്. ശരി, ഇനി കണ്ണടച്ചോ. കണ്ണടക്ക്. ഇനി കണ്ണു തുറന്നോ. പൊട്ടിന് പകരം ഒരു സ്റ്റിച്ചിട്ട് കൊടുത്ത പോലെ ആയിപ്പോയി. ഇവ മറ്റേ മാത്തമാറ്റിക്സ് ഒക്കെ നോക്കും. ഇവൻ മറ്റേ ഇത്രയും ചെയ്തിട്ടില്ല. ഇവ മെഷർമെന്റ് ഒക്കെ നേരത്തെ എടുത്തു കഴിഞ്ഞു. എങ്ങനെ കണ്ണടച്ചോ, ഒന്ന് കറങ്ങി, കണ്ണടക്കി ഒന്ന് കറങ്ങ. ഇനി നടന്നു വാ, ബോർഡ് വരെ കൊണ്ടെത്തിക്കാം. ഓക്കെ, നീ ഒരു ഇന്റീരിയർ ഡിസൈനർ ആണ്, അപ്പൊ കണക്കൊക്കെ നോക്കി ചെയ്യണം കേട്ടോ. കണ്ണ് തുറക്കല്ലേ. എങ്ങനെ ഇത്ര കറക്റ്റ് ചെയ്തേ? എവിടെ? അടുത്ത നീയാണ്. ഒരാൾ മാത്രമേ കറക്റ്റ് കണ്ണ് തുറന്ന് വെച്ച അമ്മമ്മയാണ്. കണ്ണ് തുറക്കല്ലേ. എങ്ങനെയമ്മ കറക്റ്റ് ആയിട്ട് വെച്ചേ? ശരി, അടുത്ത ഇഷാനി. നീക്കാനല്ലേ? ശരി, ഞാനന്ന് ബേബി ഷവറിൽ വെച്ചത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ വരട്ടെ. ഓവർ കോൺഫിഡൻസ് ഒന്നും ഇല്ല. ഞാൻ അളവ് അങ്ങനെ പ്രോമിസില്ല. ഞാൻ ഭയങ്കര എത്തിക്കില്ല. അങ്കിളാണ് കളിക്കുന്നെങ്കിൽ ആന്റിക്കാണ് കേട്ടോ ടെൻഷൻ. ഓക്കെ ഓക്കെ, കമോൺ കമോൺ. നോട്ട് ബാഡ്. സമ്മാനം ഇന്ന് വാ. കമോൺ. കമോൺ. ഒറ്റ നടത്തമാണേ. ശേ, അപ്പൊ നേരെ നടന്ന ഇങ്ങനെ കറക്റ്റ് വെക്കാൻ കണ്ണടക്കട കണ്ണടക്കട. കറക്റ്റ് ആണ്. അവൻ കണ്ണ് നിറന്ന് പോയി വെച്ചു കൊടുത്താ. എല്ലാവർക്കും ഇപ്പൊ ഡി തന്നെയാണ് കേട്ടോ. ഞാനത് Hello, my Sundari. What are you wearing? Obayosi? Yes. Huh?
ഓൾ ഓവർ യൂസിങ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഹൻസു ബ്ലൗസിനൊക്കെ സ്ലീവ് തയ്ക്കാൻ എത്രയ്ക്ക് പോയപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ വേണ്ടാതൊന്നും, അങ്ങനെ ഷോർട്ട് സ്ലീവ് But ആയിട്ട്. then for But you, it's it's looking looking good. good. On me, it would have looked like crap. ഇറ്റ്സ് സൂട്ടിങ് യു. ആക്ച്വലി ബിക്കോസ് ഈ കൈ കുറച്ച് മെലിഞ്ഞതല്ലേ. കൊള്ളാം. ഹൻസു ഇട്ടേക്കുന്നത് കരാൾക്കടയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. First night എവിടെയാ? Kimsila. കിംസില്ല. ഇനി അപ്പൂപ്പനെ കാണാൻ പോകുമ്പോഴാ. The decor is so cute, no? Yeah. മാവേലിയുടെ കട്ടൗട്ട് ഒക്കെ with signature events ആണ് നമ്മൾ ഡെക്കോർ ചെയ്തത്. എൻ്റെ ഒരു ഷൂട്ടിൽ they had done the decor. അങ്ങനെ മാവേലി ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോ സച്ച് എ ക്യൂട്ട് ജോബ്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ഓണമാണ്. ഓണം എലിമെന്റ്സ് എല്ലായിടത്തും വെച്ചേക്കണം. നമുക്ക് ക്യൂട്ട് ബാസ്കറ്റ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. അഖിൽ എന്ന് പറയുന്നൊരു ആളാണ് അവരുടെ മെയിൻ ആള്. മുല്ലപ്പൂ. മിക്കവരും തലയിൽ മുല്ലപ്പൂക്കെ വെച്ചിട്ട് വന്നത് കൊണ്ട് അധികം ആരും തലയിൽ വെക്കാൻ എടുത്തില്ല. And there was a nice attapoo here. One മാവേലി. എന്ത് കൊടുത്തുകൂടാണ്? ഒരു ലേറ്റ് ഓണം. എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അത് ഇന്ന് കാറില് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നപ്പോ അമ്മ എന്നോട് ചോദിച്ചില്ലേ, കള്ളി കള്ളല്ലേ ഇന്നലെയോ ഞാൻ 3 മണിക്കൂർ മുമ്പ് ഫോട്ടോ. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് സന്തോഷം തോന്നിയ. പക്ഷെ അപ്പൊ കൂടെ കാണാനില്ലാതെ പോയല്ലോ. ഉണ്ടല്ലോ പോയിട്ടല്ല. അമ്മയ്ക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് അതിനെ റെഡിയാക്കി എടുത്തു. ഇവരാണ് നമ്മുടെ ഡെക്കോറൊക്കെ ചെയ്തിരുന്നത്. മാവേലി കൂടെ വേണോ വീട്ടിൽ കൊണ്ടുപോകാൻ? ഒന്നും വേണ്ട. വേണ്ട വേണ്ട. ഫ്രീ ആയിട്ട് കിട്ടിയ ബാസ്ക്കറ്റും വാടിയ മുല്ലപ്പൂ ഒക്കെ ആയിട്ട് പോവാ. How was your late ഓണം? Yeah, it was good. ലേറ്റാ இருந்தாலும் லேட்டா இருக்கு, நல்லா இருக்கு. சூப்பரா இருக்கு. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അങ്ങനെ വളരെ ലേറ്റായിട്ടുള്ള ഒരു ഓണാഘോഷമായിരുന്നു. ജസ്റ്റ് ഓണത്തിന് അന്ന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരുന്നതും പ്ലാൻ ചെയ്തിരുന്നതുമായ ഒരു പ്രോഗ്രാം ഇന്ന് വീണ്ടും ദൃശ്യം സിനിമയൊക്കെ പോലെ റീക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അന്നായിരുന്നെങ്കിൽ പക്ഷേ ഡാഡിക്ക് വരാൻ പറ്റുമല്ലോ ഹോസ്പിറ്റലിൽ. പക്ഷെ ഇന്നിപ്പോൾ ഡാഡിക്ക് വരാൻ പറ്റാത്ത പോലെയായിരുന്നു. കിംസിലാണ്, ICUലാണ്, അണ്ടർ ഒബ്സർവേഷൻ ആണ്. ഇന്ന് ഒരു അന്നത്തതും നമ്മളന്ന് കോൾ ഓഫ് ചെയ്തു. അപ്പോൾ ഇന്ന് വീണ്ടും കോൾ ഓഫ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ബിക്കോസ് ഡാഡിക്കും ഇതൊക്കെ നടന്ന് കഴിയണം എന്ന് തന്നെയായിരുന്നു. ലൈക്ക് ഈസ് ഓക്കെ, ഈസ് ഫൈൻ. ചെറിയൊരു സ്ട്രോക്ക് പോലത്തെ ഒരു ബിഗിനിങ് ആയിരുന്നു. ഇതൻ ടൈമിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയോണ്ട് ഈസ് ഡൂയിങ് വെൽ. നമ്മൾ തന്നെ പറഞ്ഞ 1 more day ഒന്ന് ICUയിൽ നിൽക്കുമ്പോൾ പ്രോപ്പർ മോണിറ്ററിങ് ഒക്കെ നടക്കും. ചിലപ്പോൾ നാളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഡിസ്ചാർജ് ആക്കാൻ വഴിയില്ല നാളെ. മേ ബി ഈസ് ലൈക്ക് ഓക്കെ, ഓൺലി ഫൈൻ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തു. ഇവിടെ ഈ സ്ഥലം ബുക്ക് ചെയ്തു, ഡെക്കോറും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു. ഓണത്തിൻ്റെ അന്ന് ഓമിക്കും കൂടെ വയ്യാതായിട്ട് അത് നമ്മളൊന്ന് കോൾ ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഒരു വീക്ക് എൻഡ് പ്ലാൻ ചെയ്തെല്ലാം ഫിക്സ് ആയപ്പോൾ പിന്നെ ഡാഡി മെനിങ്ങാനായപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലിൽ. പിന്നെ ഇനി അത് കോൾ ഓഫ് ചെയ്യേണ്ടാക്കണം. ഇനി ഇത് ഇങ്ങനെ ഓണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് വന്ന ആ ഒരു, കാരണം ഓമി ജനിച്ചിട്ടുള്ള ഫസ്റ്റ് ഓണം അല്ലേ. അപ്പം അത് അവൻ്റെ മെമ്മറിയിൽ അവൻ എൻ്റെ ഫസ്റ്റ് ഓണം, അവൻ നിൽക്കുന്ന ഫോട്ടോസൊക്കെ അവൻ നാളെ അതൊരു
മെമ്മറിക്ക് ആവശ്യമുള്ള സംഭവമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും കൂടെ വന്നു, ഒരു കുഞ്ഞു സദ്യയൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയി. ഡെക്കോർ ഡെക്കോർ ഗ്രൂപ്പിന്റെ പേരെന്താ? സിഗ്നേച്ചർ ഇവന്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് നമുക്ക് ഈ ഡെക്കോർ ചെയ്യുന്നത്. വെരി സ്വീറ്റ് ആൻഡ് നൈസ് ആൻഡ് അവർ ആക്ച്വലി ബിഗർ ഇവന്റ്സ് ആണ് ചെയ്യാറ്. ഇത് അവർക്ക് ഒരു ചെറിയ റിക്വയർമെന്റ്. പ്ലേസ് ഇസ് ഓൾസോ നൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി സ്വീറ്റ് ആൻഡ് പോസിറ്റീവ് ഫംഗ്ഷൻ. നമുക്ക് ഡ്രസ്സൊക്കെ മാറി റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഹോസ്പിറ്റലിൽ പോകണം ഡാഡിയെ കാണാൻ. അപ്പൊ അത്രയൊക്കെ തന്നെ ഒരു കുട്ടി ഓണം ഒക്കെ കൂടെ ചേർന്ന് ഒരു വ്ളോഗാണ്. ഇനി എന്തെങ്കിലും ഇവിടെ വീട്ടിലൊക്കെ എടുത്തിട്ട് ജസ്റ്റ് എൻഡ് ഇറ്റ്. ഓക്കെ. ഓണത്തിൻ്റെ അല്ലാതെയും ഞാൻ എടുത്ത എനിക്ക് തോന്നുന്നു എന്തെങ്കിലും വിഷ്വൽസ് കാണുമായിരിക്കും. ഞാൻ അതും കൂടെ ഗാലറി പോയി ഒന്ന് തപ്പട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഓണത്തിൻ്റെ വിഷ്വൽസ് നിർത്താം. ഓക്കെ, നമുക്കൊന്ന് പോയിട്ട് വരാം. അങ്ങനെ ആകെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ. അതായത് കുറേ ദിവസത്തെ തിരക്കിനിടയിൽ ഇന്നിവിടെ ഞാൻ ഡിക്കിയുടെയും സുരലിൻ്റെയൊക്കെ പാർലറിൽ വന്നു. എൻ്റെ കാലിലൊരു നഖം ഒരു 5 ദിവസം മുമ്പ് പൊട്ടി. പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ ഇളക്കി കളയാതെ കുളമോ അങ്ങനെ വെച്ചു. ഞാൻ പ്ലാസ്റ്ററൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടാണ് ഈശാനിയുടെ കൂടെ ഷൂട്ടിങ്ങിന് പോയതും തിരിച്ചു വന്നത്. ഇന്നിപ്പോൾ ഇവിടെ വന്ന് പെഡിക്യൂർ ചെയ്ത് അതിനെ ഒന്ന് ഇളക്കി റെഡിയാക്കി അഡ്ജസ്റ്റ് ചെയ്ത് നെയിൽ പോളിഷൊക്കെ ഇട്ട് സെറ്റ് ചെയ്യും. സോ കുറേ ദിവസത്തെ ശേഷം എൻ്റെ 100 ടെൻഷനിടയിൽ നിന്ന് ഇവിടെ വന്നു. ഐ എം ഫീലിംഗ് സോ ഫ്രഷ് ആൻഡ് നൈസ്. നാളെ നമുക്കൊരു ഷൂട്ടുണ്ട്. എൻ്റെ മുടിയൊക്കെ അടിപൊളിയാക്കി തന്നു സുനിൽ. താങ്ക് യു ഡിക്കി. സോ ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. ബിലേറ്റഡ് ഹാപ്പി ഓണം. പുതിയൊരാളാണ്. ഓക്കെ, ക്യൂട്ടായിട്ടുണ്ട്. 22 years old സ്മോൾ ബോയ്. അപ്പോൾ ഓക്കെ, ശരി. കളർ കോഡ്. എന്തൊരു വെയിൽ. ബ്രൈറ്റ്സിന്റെ ഒരു 4:30 മണിക്ക് വരണേ. ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാതെ നമുക്ക് നന്നായിരിക്കുന്നു. വേഷമായിരിക്കും. ബൈ 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 ബൈ. അമ്മൂൻ്റെ കൂടെ ഹോസ്പിറ്റൽ. ഇപ്പൊ ഡെയിലി ഞങ്ങളിങ്ങനെ ട്രിപ്പ് പോകുന്ന ഹോസ്പിറ്റൽ. കുറേ നാളായിട്ട് ഹോസ്പിറ്റൽ ട്രിപ്പ്. മോർണിംഗ് വെജിറ്റബിൾ ഷോപ്പിംഗ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. വീട്ടില് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് അമ്മൂൻ്റെ കൂടെയാണ്. വീട്ടിൽ വേറെ ആരും അമ്മയുടെ ബ്ലോഗ് കാണാത്തത് കൊണ്ട് കുഴപ്പമില്ല. അല്ലല്ല, എനിക്ക് ഓസിയുടെ കൂടെ ആയാലും ഇഷാനിയുടെ കൂടെ ആയാലും അവർ ഡ്രൈവ് ചെയ്യുന്ന കാറിൽ പോകാൻ ഭയങ്കര സ്ട്രെസ്സാണ്. അമ്മൂൻ്റെ കൂടെ ആകുമ്പോൾ ഞാൻ ഒന്നും ബോധർ ചെയ്യത്തില്ല. എനിക്ക് വെറുതെ അങ്ങിരിക്കാം, കാഷ്വലായിട്ടിരിക്കാം, ഒന്നും നോക്കണം. എനിക്കറിയാം അമ്മ കെയർഫുൾ ആയിട്ടാണ് ഓടിക്കണമെന്ന്. ഇഷാനിയാണെങ്കിൽ ഞാനിങ്ങനെ ഇഷാനി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇഷാനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഞാനിങ്ങനെ പറയുമ്പോൾ. കാരണം അമ്മു നല്ല ഡ്രൈവറാണ് എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു എന്നൊക്കെ ഇഷാനിക്ക് അറിയാലോ. അപ്പം ഞാനിങ്ങനെ ഇഷാനിയോട് ഇഷാനി പതുക്കെ പോകുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇഷാനി എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അപ്പം ഞാൻ പറയും അമ്മൂൻ്റെ കൂടെ പോവാണെങ്കിൽ എനിക്ക് ഇത്ര സ്ട്രെസ് ഇല്ല. അപ്പം അത് ഇഷാനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ ഞാൻ അങ്ങനെ പറയുന്ന ഒരു ചെറിയൊരു അമ്മയാണ് കേട്ടോ. ഇപ്പൊ കിച്ചു പണ്ട് നല്ല ഡ്രൈവറാണ്, പക്ഷെ കിച്ചു ഇപ്പൊ തീരെ വണ്ടി ഓടിക്കാറില്ല. സോ അറ്റ് പ്രസന്റ് ഐ എൻജോയ് അമ്മുവിൻ്റെ കൂടെ പോകുന്നത്. അമ്മു എപ്പോഴും ഹോസ്പിറ്റലിൽ വന്നാലേ അമ്മു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു എല്ലാ കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് മനസ്സിലാക്കി. അമ്മു ഇതൊക്കെ മനസ്സിലാക്കുകയും അത് മറ്റ് ഡോക്ടേഴ്സിനോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ എന്നാൾ പറയുന്നത് പക്ഷെ കഷ്ടമായിപ്പോയി, അമ്മ ഒരു ഡോക്ടർ ആവേണ്ടതായിരുന്നു. ബിക്കോസ് ഷീ നോസ് ലൈക്ക് എക്സ്പ്ലനേഷനൊക്കെ ഒരിക്കൽ ആരെങ്കിലും പറഞ്ഞാൽ എല്ലാം മനസ്സിലാവും. എന്നിട്ട് അതിനെ എനിക്കാണെങ്കിൽ ഞാൻ ഈ ഡോക്ടേഴ്സൊക്കെ പറയുമ്പോൾ എല്ലാം കേട്ടിട്ട് അതെനിക്ക് മറ്റൊരു ഡോക്ടറെ പറയാൻ പോകുമ്പോൾ ഞാൻ പറയും 1 മിനിറ്റ്
അമ്മ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അമ്മൂന്റെ ഫോൺ കൊടുക്കാം. കാരണം എനിക്ക് പിന്നെ ഒന്നും ഓർമ്മ കാണത്തില്ല. ലൈക്ക് എനിക്ക് എല്ലാം കൂടെ മിക്സ് ആവും. അല്ലെങ്കിൽ 10 പ്രാവശ്യം വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞാലേ എനിക്ക് പറയേണ്ട പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് അറിയാൻ പറ്റും. ഒന്നും ഇല്ല. ഓക്കെ, നല്ലൊരു ബ്രൈറ്റ് നല്ലതാണ്. ആ കാണുന്ന അവിടെയാണ് ഡാഡിയുടെയൊക്കെ റൂം. ഇവിടെ കാറിന് വാലി പാർക്കിംഗ് ഉണ്ട്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് ഈ ഒരു മരം. ഇതിന് ചുറ്റും ഇതുപോലെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ ആണ് വന്നിട്ട് കാറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ പോയിരിക്കും. അപ്പം ലിറ്ററലി ഒരു എത്രയോ മാസമായിട്ട് ഞങ്ങൾ കിംസിൽ വന്നും പോയി നിൽക്കും. ഡാഡിയുടെ ഹെൽത്തിനെ കുറിച്ചൊക്കെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാടെ സ്ലൈറ്റ് ചെറിയൊരു സ്ട്രോക്ക് ആയിരുന്നു. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം അത് റിപ്പീറ്റായി. ബിക്കോസ് ഇവിടെ 2 ആർട്ടറീസ് ഉണ്ട്. അതിൽ കുറച്ച് നല്ലൊരു ബ്ലോക്കേജ് ഉണ്ട്. അപ്പോൾ ആ ബ്ലോക്കേജ് റിമൂവ് ചെയ്യുന്ന ഒരു സർജറി ഇസ് ഗോയിങ് ടു ബി കണ്ടക്റ്റഡ് വരുന്ന തിങ്കളാഴ്ച. അതൊക്കെയാണ് വിശേഷങ്ങൾ. വെരി ബി പോസിറ്റീവ്. ഇസ് കീപ്പിംഗ് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആൻഡ് hope everything will be okay because a nice group of doctors are taking care and നമ്മുടെ ഫാമിലി ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് വി ആർ കൺസൾട്ടിങ് ആൻഡ് I think it'll be fine. അപ്പോൾ കുറച്ച് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതേവിടെ നടക്കാനും എല്ലാം പറ്റുന്നുണ്ട്, പക്ഷെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളാണ് വിച്ച് വി ഹാവ് ടു ലൈക്ക് ഫേസ് ദ റിയാലിറ്റി. ആൻഡ് എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ നിന്ന് അവരുടെ കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്ത് അതിൽ നിന്ന് അവരെ ഒന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നാലേ പാർട്ടിന്ന് ഞാൻ പറയും അമ്മ അങ്ങോട്ട് പോയിട്ട് താക്കോൽ കൊടുക്കാൻ. താക്കോൽ കൊടുക്കുമ്പോൾ എഴുതിയൊക്കെ തരും. എന്നിട്ട് നമുക്ക് അവർ ഒരു ലിങ്ക് ഇട്ട് തരും ഫോണിൽ. ഞങ്ങൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യും, അതിലൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഒരു കാർ റെഡിയാക്കി വെക്കും എന്നൊക്കെയാണ് പറയുന്നത്. അമ്മ എന്തായാലും നോക്കട്ടെ. ഡാഡി ഹോസ്പിറ്റലായിട്ടൊക്കെ കുറേ ദിവസമായി. ഇങ്ങനെ മീശയൊക്കെ നരച്ചായിരുന്നു. ഇന്നലെ ഞാൻ ഡൈ ഒക്കെ കൊണ്ടുവന്നതാ. ഡാഡി മീശയൊക്കെ ഡൈ ചെയ്തിട്ട് ആകെ ഗ്ലാമറായി. നോക്കട്ടെ, മീശയൊക്കെ ഡൈ ചെയ്തു. മീശ നരച്ചിരിക്കുമ്പോൾ എപ്പോഴും ഡൈ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര സ്ട്രെസ്. അല്ലെങ്കിൽ മുടി ഇവിടെ ഇച്ചിരി നര വന്നു തുടങ്ങി. അപ്പോൾ കയ്യിൽ ഡ്രിപ്പിൻ്റെ കൊടുത്തേക്ക് ഞാൻ പറയുമായിരുന്നു, ഇന്ന് അത് ഊരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ഡൈ ചെയ്യാം എന്നിങ്ങനെ പറയുമായിരുന്നു. എന്തായിരുന്നു ഡാഡി? മീനുണ്ടായിരുന്നോ? കൊള്ളായിരുന്നോ? ടാറ്റാ. മനസ്സിനെ വിളിക്കാൻ പോണ വഴി എത്തനിക്ക് എന്തോ എൻ്റെ സാധനം റെഡിയായി. ആരോ എനിക്കൊരു മെസ്സേജ് ഇട്ടു, ഓർഡർ നമ്പർ സംതിങ് ആണ് റെഡിയായി. ഒന്ന് പെട്ടെന്ന് എടുത്തു തരുമോ? പോയിപ്പോൾ വാങ്ങിച്ച എൻ്റെ എല്ലാ മെറ്റീരിയലും സ്റ്റിച്ച് ചെയ്ത് കിട്ടി ഓൺ ടൈം. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അമ്മ നെല്ലിക്ക കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പകുതി വാങ്ങി വായിലിട്ടു. നല്ല രസമുണ്ട്. നെല്ലിക്ക ചവച്ച് നടക്കാം. ചക്കര ഒറ്റയ്ക്ക് നിൽക്കുന്നല്ലോ. എന്നെ പൊന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്യൂട്ട് ബേബി. ഓ വാ, അത് സൂപ്പർ. ഏറ്റവും രസം കുറച്ച് നേരം പ്ലാവിൻ്റെ മുകളിൽ നിൽപ്പുണ്ട്. കിച്ചു പറയണ ഇവിടെ ഒരു പാമ്പ് കിടക്കുവാന്ന്. എത്ര കൂളായിട്ടാ പറയണ. കിച്ചു കണ്ട? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ അടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് പറ്റിയില്ല. വന്ന സ്പീഡെന്ന് വെച്ചാൽ എന്ത് പാമ്പാ? എന്താണ്? ചേരയാണോ? ചേര അല്ലായിരുന്നു. ചേര ഇങ്ങനെ കടിക്കാൻ ഇങ്ങനെ വരില്ല. കടിക്കാൻ വന്നോ? അത് വന്നേ ഇവിടെ എൻ്റെ സഫീല തൂത്തോണ്ടിരുന്നപ്പോഴാണ് വന്നത്. ഞങ്ങളെല്ലാം കൂടി ഇവിടെ വന്നു. അഖിലും ഉണ്ടായിരുന്നു. അഖിൽ കണ്ടുപോലില്ല. ഒറ്റ വരവ് വന്നത്. പക്ഷെ അത് അടിച്ച് ഇതിൽ നമുക്ക് അടിക്കാനും പറ്റില്ല. നമ്മൾ പുറകോട്ട് ചാടിപ്പോയി. പിന്നെ അത് പോയ പോക്ക് വഴി നമ്മൾ കണ്ടില്ല. അപ്പൊ അത് ഇവിടെ ഉണ്ടോന്ന് എങ്ങനെ ഉറപ്പ്? നമുക്ക് പണ്ട് ഈ ചട്ടിയുടെ അടിയിൽ ചെറിയ പാമ്പ് എപ്പോഴും വരുമായിരുന്നു. ഈ ചട്ടി അവയ്ക്ക് മാറ്റിയപ്പോൾ ഉണ്ടായിരുന്നു.
അന്ന് ഇവിടുത്തെ ചെടി ഞാൻ കാണിച്ചിട്ട് മത്തൻ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആരൊക്കെയോ എന്നെ കറക്റ്റ് ചെയ്ത് മത്തനല്ല കുമ്പളമാണെന്ന്. കുമ്പളങ്ങയാണ്, നിറയെ കാച്ചു കിടക്കുക. ഈ ചെടി അവിടെ കിടക്കുന്ന പാമ്പ് ഇപ്പം മിക്കവാറും വലുതായി കാണുന്നു. കൂളിട്ട് അവിടെ പോയി നിൽക്കുക എൻ്റെ മൂട്ടിൽ. അങ്ങനെ വളരെ ബിസി ഡേ ഇൻ മൈ ലൈഫായിരുന്നു ടുഡേ. ശരിക്കും വെള്ളം കുറേ നാളായി കേട്ടോ ഗാർഡനിലൊക്കെ ഞാൻ ഇറങ്ങിയിട്ട്. ബിക്കോസ് എന്നും തിരക്കായിരിക്കും, വീട്ടിലുള്ള അവരെല്ലാവരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളങ്ങ് വിടും. ഗാർഡനൊക്കെ കുറച്ച് ചെടികളൊക്കെ കുറച്ച് മോശമായിട്ടിരിക്കണം. ഞാനും കിച്ചും ഗാർഡനിൽ പോയി കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ ചെടികൾക്ക് ഒരു ചെറിയ പിണക്കം പോലുണ്ട് നമ്മുടെ വീട്ടിലെ ചെടികൾ. ഞാൻ ഡെയിലി ഗാർഡനിലൊക്കെ പോയി കണ്ടു. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാത്തിനും നല്ലൊരു ഞാൻ അവിടെ ഒരു പൂവില്ല, ഒരു ഓറഞ്ച് യെല്ലോ പൂ, നമ്മൾ ആ പൂക്കൾ തന്നെ നമ്മളാണ് സ്ഥിരം വെള്ളമൊക്കെ ഒടിച്ച് കൊടുക്കുന്നതെങ്കിൽ അതിങ്ങനെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നിറച്ച് പൂത്ത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ. അപ്പോൾ എൻ്റെ ഈ ഒരു സ്മോൾ വീഡിയോ, കുറച്ച് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, ഓണത്തിൻ്റെ കുറച്ച് സംഭവങ്ങൾ, ഡാഡിയെ കാണാൻ പോയത്, ഇങ്ങനെ അതും ഇതുമൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ ഓൺ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഇനി എന്തെങ്കിലും അഡീഷണൽ ഫുട്ടേജസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ആഡ് ദാറ്റ് ഓൾസോ. ഞാനിപ്പോൾ ഒന്ന് കുളിക്കട്ടെ, ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വന്നതുകൊണ്ട് ഐ ഹാവ് ടു ടേക്ക് എ ബാത്ത് ബിഫോർ ഐ ഗോ ആൻഡ് ടച്ച് ബേബി. അപ്പം ഞാൻ ആദ്യം പോയി കുളിച്ചിട്ട് വരാം. നിങ്ങളും എല്ലാവരും ഹോസ്പിറ്റലിൽ വിസിറ്റൊക്കെ പോയിട്ട് വന്നാൽ പറ്റുവാണെങ്കിൽ കുളിക്കാതെ വീട്ടിൽ ഇരിക്കുക, കുഞ്ഞുങ്ങളെ എടുക്കുക, ഒന്നും ചെയ്യരുത്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്, ഞാനും ചെയ്യത്തില്ല, മറ്റാരും ചെയ്യാനും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ബേബി ഗോ ടേക്ക് എ ബാത്ത് സോ ഐ ക്യാൻ കുറച്ച് നേരം എനിക്ക് ബേബിയെ ഓമിയെ കൊഞ്ചിക്കാം. അത് കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. എന്ത്